മറ്റൊരഭിപ്രായം ഇങ്ങനെയാണ്: ആഗോള ചക്രവർത്തിയായ ദുൽഖർനൈനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. മനുഷ്യനായിരുന്നില്ല അത്, സനാഖിൽ എന്നു പേരായ ഒരു മലക്കായിരുന്നു. ഒരിക്കൽ ചക്രവർത്തി സനാഖിലിനോട് ചോദിച്ചു, ഭൂമിയിൽ ഐനുൽ ഹയാത്ത് എന്നൊരു തടാകമുള്ളത് എവിടെയാണ്, നിങ്ങൾക്കറിയുമോ? മലക്ക് സ്ഥലം ദുൽഖർനൈനിക്ക് പറഞ്ഞുകൊടുത്തു. ഖിദ്ർ നബി അലൈഹിസ്സലാമിനെ മുന്നണി പോരാളികളിൽ ഒരാളായി നിയമിച്ച് പ്രസ്തുത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. ഒരു നീണ്ട യാത്രക്കൊടുവിൽ ഇരുണ്ട ഭൂമിയിൽ കൂരിരുട്ടായിരുന്ന ഒരു മലഞ്ചെരുവിൽ ഖിദ്ർ നബി അലൈഹിസ്സലാം ആ തടാകം കണ്ടെത്തി. ഖിദ്ർ നബി അലൈഹിസ്സലാം അതിൽ നിന്നും ആവോളം കുടിക്കുകയും കുളിക്കുകയും ചെയ്തു. ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ പിന്നാലെ വന്നവർക്കോ ദുൽഖർനൈനിക്കോ ആ തടാകം കണ്ടെത്താനായതുമില്ല. ഈ അഭിപ്രായം അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി എന്നിവരുടേതാണ്. ആ യാത്രയിൽ ദുൽഖർനൈനിയും മലക്കും ഒരു കൊട്ടാരത്തിൽ സംഗമിച്ചു. മലക്ക് ദുൽഖർനൈനിക്ക് ഒരു കല്ല് സമ്മാനിച്ച് യാത്രയായി. ദുൽഖർനൈനിക്ക് കല്ലിനെ കുറിച്ച് മനസ്സിലായില്ല. തിരിച്ചു സൈന്യത്തിനടുത്തെത്തി പണ്ഡിതന്മാരോട് ആ കല്ലിനെ കുറിച്ചുള്ള രഹസ്യം പറയാൻ ആവശ്യപ്പെട്ടു. അവർ ആ കല്ല് പരിശോധിച്ചു. അവരത് തൂക്കി നോക്കാനായി ത്രാസിൽ വെച്ചു. എന്തത്ഭുതം! മറുതട്ടിൽ അതിനേക്കാൾ 100 കല്ലുകൾ വെച്ചിട്ടും ആ തട്ടിനൊരനക്കവും സംഭവിച്ചില്ല. അവർക്ക് ആ കല്ലിന്റെ രഹസ്യം മനസ്സിലായതുമില്ല. അവർ പണ്ഡിതനും മന്ത്രിയുമായ ഖിദ്ർ നബി അലൈഹിസ്സലാമിനോട് കല്ലിന്റെ രഹസ്യം പറയാൻ ആവശ്യപ്പെട്ടു. അല്പസമയം ആലോചിച്ച ശേഷം അദ്ദേഹം മറുതട്ടിൽ കല്ലുവെച്ച് അതിന് മുകളിൽ അല്പം മണ്ണ് വാരിയിട്ടു. അത്ഭുതം തന്നെ! തട്ടത ഉയരുന്നു. ഖിദ്ർ നബി അലൈഹിസ്സലാം തുടർന്നു, മനുഷ്യന്റെ ഉപമയാണ് മലക്ക് ആ കല്ലിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നത്. മണ്ണിട്ട് മൂടുവോളം അവന്റെ ആഗ്രഹങ്ങൾ അവനെ കീഴടക്കിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. 6 അടി മണ്ണിൽ എത്തുന്നതുവരെ അവനൊന്നും മതിയാവുകയില്ല. ഖിദ്ർ നബി അലൈഹിസ്സലാമിന്റെ വിശദീകരണം കേട്ട പണ്ഡിതന്മാർക്ക് അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയിലും പാണ്ഡിത്യത്തിലും അവർക്ക് അഭിമാനം തോന്നി. അവർ നബിക്ക് മുമ്പിൽ വളരെയധികം ആദരവോടെ നിന്നു. ഖിദ്ർ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ഇതേ ആശയം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഹദീസുകളിലൂടെയും നമ്മെ പഠിപ്പിച്ചതായി കാണാം. അവയിലൊന്നാണ് നിശ്ചയം മണ്ണല്ലാതെ മനുഷ്യന്റെ വയർ നിറയ്ക്കുകയില്ല എന്നുള്ളത്. ഖിദ്ർ നബി അലൈഹിസ്സലാമിന് അന്ത്യനാൾ വരെ ദീർഘായുസ് ലഭിക്കാൻ പണ്ഡിതന്മാർ അവകാശപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ കാര്യമൊന്ന് നമുക്ക് പരിശോധിക്കാം. ആദിപിതാവ് ആദം നബി അലൈഹിസ്സലാം മരണാസന്നമായപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള തന്റെ മക്കളെയെല്ലാം വിളിച്ചു വരുത്തി ഇങ്ങനെ വസിയ്യത്ത് ചെയ്തു: പിൽക്കാലത്ത് ഭൂമിയിൽ ഒരു വലിയ ജലപ്രളയം വരാനിരിക്കുന്നു. അപ്പോൾ എന്റെ ഭൗതിക ശരീരം കപ്പലിൽ കയറ്റിക്കൊണ്ടുപോവുകയും ഞാൻ പറയുന്ന സ്ഥലത്തന്നെ മറവ് ചെയ്യുകയും വേണം. ആദം നബി അലൈഹിസ്സലാം പ്രസ്തുത സ്ഥലം അവർക്ക് നിർണയിച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞ പ്രകാരം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജലപ്രളയം ഉണ്ടായി.